ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്ത. നോട്ട് നിരോധനത്തിന് 50 ദിവസം പിന്നിടുമ്പോൾ അതേ സംബന്ധിച്ച വാർത്തകൾ, ആ നിരോധന അവസ്ഥ ഇപ്പോഴെങ്ങനെ നിൽക്കുന്നു എന്ന സംഭവഗതികൾ, ഇതൊക്കെയാണ് പത്രലോകം ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകൾ. നോട്ട് നിരോധനം മോദി നടത്തിയതിനു ശേഷം 50 ദിവസം പിന്നിടുമ്പോൾ അദ്ദേഹത്തോട് രാഹുൽ ഗാന്ധി, AICCയുടെ വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി 5 ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഈ സംഭവഗതികൾ കൊണ്ട് എന്തൊക്കെ നേടി, എന്തൊക്കെയാണ് ഇതുമായി ബന്ധിപ്പിച്ച് സംഭവിച്ച രാഷ്ട്രീയ ഗതികൾ എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന 5 ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ വാർത്ത വീക്ഷണം എന്ന പത്രം, കോൺഗ്രസിൻ്റെ മലയാളി മുഖം ആയ വീക്ഷണം എന്ന പത്രം 1-ാം പേജിൽ സചിത്രമായി തരുന്നു. 99% ജനങ്ങളെ ബലിയാടാക്കി എന്നാണ് രാഹുൽ ഗാന്ധിയുടെ അക്കാര്യത്തിലുള്ള നിരീക്ഷണം. മോദിയുടെ നോട്ട് യാഗത്തെ സംബന്ധിച്ചാണ് 5 ചോദ്യങ്ങൾ ഉന്നയിച്ചത് എന്നാണ് വീക്ഷണം പറയുന്നത്. മോദിയുടെ നോട്ട് യാഗം എന്നാണ് ആ ലീഡ് വാർത്തയ്ക്ക് വീക്ഷണം നൽകിയിരിക്കുന്ന ശീർഷകം. മോദിയോട് അദ്ദേഹം ചോദിച്ച 5 ചോദ്യങ്ങൾ കാണുക. 1. നോട്ട് നിരോധനത്തിന് ശേഷം മൊത്തം എത്ര കള്ളപ്പണം പിടിച്ചെടുത്തു? അതേ സംബന്ധിച്ച് ഇന്ന് വാർത്ത വന്നിട്ടുണ്ട്. എത്ര നോട്ടുണ്ടായിരുന്നു, എത്ര തിരിച്ചു ചെന്നു, എത്ര കള്ളപ്പണം പിടിച്ചെടുത്തു, എത്രയുണ്ടായിരുന്നു എന്നാദ്യം അറിയുക, ബാങ്കുകളിൽ എത്ര തിരിച്ചു ചെന്നു എന്നറിയുക, അതിൻ്റെ വ്യത്യാസം കള്ളപ്പണമെന്ന് നിരീക്ഷിക്കുക. അതാണ് അതേ സംബന്ധിച്ച ഒരു ധാരണയുണ്ടാക്കാനുള്ള യുക്തി. അങ്ങനെ വരുമ്പോൾ നോട്ട് നിരോധനത്തിന് ശേഷം മൊത്തം എത്ര കള്ളപ്പണം പിടിച്ചെടുത്തു എന്ന ചോദ്യം ആദ്യം ചോദിക്കുന്നു. തീരുമാനം രാജ്യത്തിന് എത്ര സാമ്പത്തിക നഷ്ടമുണ്ടാക്കി, എത്ര തൊഴിലവസരങ്ങൾ നഷ്ടമായി? BMS എന്ന് പറയുന്നത് ഭരണകക്ഷിയായ BJPയുടെ തൊഴിലാളി സംഘടനയാണ്. ആ തൊഴിലാളി സംഘടനയുടെ അഖിലേന്ത്യാ സെക്രട്ടറി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് 20 ലക്ഷം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ നോട്ട് നിരോധനവുമായി ബന്ധിപ്പിച്ച്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഒരു അനുമാനമാണെങ്കിൽ രാഹുൽ ചോദിക്കുന്നത് എത്ര തൊഴിലവസരങ്ങൾ ഈ 50 ദിവസങ്ങൾ കൊണ്ട് നഷ്ടമായി എന്ന കണക്ക് താങ്കൾ പറയണം എന്നാണ്. 3-ാമത്തെ ചോദ്യം, നോട്ട് അസാധുവാക്കൽ മൂലം എത്ര സാധാരണക്കാരുടെ ജീവൻ നഷ്ടമായി? ഇതിൽ എത്ര പേർക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകി? ഇന്നലെയും ഒരു വാർത്തയുണ്ടായിരുന്നു, ദേശാഭിമാനി അത് 1-ാം പേജിൽ തന്നു. 30-ാം തീയതിയാണ് ടാർഗറ്റ് ഡേറ്റ്. മോദി പറഞ്ഞത് നവംബർ 8-ാം തീയതി, അദ്ദേഹം പറഞ്ഞത് 30-ാം തീയതി, ഡിസംബർ 30-ാം തീയതി. 50 ദിവസം പിന്നിടുമ്പോൾ ഈ അവസ്ഥ എല്ലാം പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. പരിഹരിക്കപ്പെടാനൊന്നും ഇടയില്ല. കാരണം ബാങ്ക് ജീവനക്കാരുടെ സംഘടന തന്നെ, അവരുടെ നേതാക്കൾ തന്നെ പറയുന്നത് ഈ നോട്ടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന നിലയ്ക്ക് വരുത്താൻ കൂടുതൽ പണം പിൻവലിക്കാനുള്ള അവകാശം നൽകിക്കൂടാ. അക്കൗണ്ട് ഹോൾഡേഴ്സിന് കൂടുതൽ പണം പിൻവലിക്കാനുള്ള സാഹചര്യം നിങ്ങൾ പ്രഖ്യാപിച്ചാൽ അതിന് പോകുന്ന പണവിഭവം ഞങ്ങളുടെ കയ്യിലില്ല, ബാങ്കിലില്ല. ബാങ്കിൽ പണമില്ല നൽകാൻ. പണമില്ല എന്ന് പറഞ്ഞാൽ നോട്ടില്ല നൽകാൻ. അങ്ങനെ വരുമ്പം അങ്ങനെ അനാവശ്യമായി കയറി പ്രഖ്യാപിച്ച് കളയരുതേ എന്നാണ് ബാങ്കിൻ്റെ മാനേജ്മെൻറ്റ് തന്നെ, എല്ലാ ബാങ്കുകളുടെയും മാനേജ്മെൻറ്റ് തന്നെ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഈ കാര്യവുമായി ബന്ധിപ്പിച്ച് എത്ര ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്? ഏറ്റവും കുറഞ്ഞത് 100-100-നൊക്കെ മുകളിലാണ്. ക്യൂവിൽ നിന്നും അല്ലാതെയുമൊക്കെ നേരിട്ട് മരിച്ചുപോയ ആൾക്കാരുടെ എണ്ണമാണ് 100 എന്നൊക്കെ പറയുന്നത്. നമുക്കറിഞ്ഞുകൂടാത്ത എത്ര ആളുകൾ അറിവില്ലായ്മയുടെ വിദൂരതയിൽ വെച്ച് നമുക്കറിഞ്ഞുകൂടാ എത്ര ആളുകൾക്ക് ഇതുമായി ബന്ധിപ്പിച്ചുള്ള ബുദ്ധിമുട്ടുകൾ താങ്ങാൻ കഴിയാതെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. എത്ര പേർക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകി എന്ന് രാഹുൽ അദ്ദേഹത്തിൻ്റെ 3-ാമത്തെ ചോദ്യത്തിലൂടെ ചോദിക്കുന്നു. നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ ആർക്കും ഇതുവരെ ഒരു നഷ്ടപരിഹാരവും നൽകിയതായി നമുക്കറിയില്ല. അതേ സംബന്ധിച്ച് വാർത്തയും വന്നിട്ടില്ല. പുഴുക്കൾ മരിക്കുമ്പോൾ ആര് ശ്രദ്ധിക്കാൻ പോകുന്നു എന്ന മനോഭാവമാണ് മോദി തന്നെ ഉന്നയിച്ച്, മോദി തന്നെ കൊണ്ടുവന്ന്, മോദി തന്നെ വിളംബരം ചെയ്ത ഈ നോട്ട് വിവാദം അല്ലെങ്കിൽ നോട്ട് നവീകരണം. അതാണ് അദ്ദേഹം അവകാശപ്പെട്ടത്.
അതിൻ്റെ ഭാഗമായി മരിച്ചു വീണവർക്ക് ഒരു നഷ്ടപരിഹാരവും മോദി നൽകിയില്ല, തിരിഞ്ഞു നോക്കിയില്ല. ഈ മഹാൻ അവരുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. മോദിയുടെ ഈ എടുത്ത് ചാട്ടം, അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും മോദി നഷ്ടപരിഹാരം എത്ര നൽകി എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ നഷ്ടപരിഹാരം ഇവർക്ക് നൽകണം എന്ന നിലയ്ക്ക് BJPയുടെ പഴയ പ്രത്യയശാസ്ത്രകാരൻ, RSSൻ്റെ പ്രത്യയശാസ്ത്രകാരൻ ഗോവിന്ദാചാര്യ സുപ്രീം കോടതിയെ സമീപിക്കുന്നതായി വാർത്തകളും വന്നിരുന്നു. നാലാമത്തെ ചോദ്യം, നോട്ട് നിരോധനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എത്ര സാമ്പത്തിക വിദഗ്ധരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി? അവരാരൊക്കെയാണ്? ചുരുക്കത്തിൽ ആരുമായിട്ട് ആലോചിച്ചാണ് ഈ തുഗ്ലക്കൻ ഭരണപരിഷ്കാരം അങ്ങ് നടപ്പാക്കിയത് എന്നാണ് രാഹുൽ ചോദിക്കുന്നത്. അങ്ങേയറ്റം മണ്ടത്തരം നിറഞ്ഞൊരു ഒരു നടപടിയായി പോയി ഇത് എന്ന് വിചാരിക്കുന്ന ലോകോത്തര സ്വഭാവത്തോടു കൂടിയ സാമ്പത്തിക ശാസ്ത്ര വിശാരദന്മാരുണ്ട്, അമർത്യ സെൻ അടക്കം. അത്തരം ആളുകൾ ഇത് മണ്ടത്തരം നിറഞ്ഞൊരു നടപടിയായി പോയി എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ മോദിയോട് ചോദിക്കുന്നു, ഏതൊക്കെ സാമ്പത്തിക വിദഗ്ധരുമായി താങ്കൾ ഇതേ സംബന്ധിച്ച് ആലോചിച്ചിരുന്നു? നോട്ട് നിരോധനവുമായി ബന്ധിപ്പിച്ച് ഗൗരവതരമായ ആലോചനയൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം മണ്ടത്തരങ്ങൾക്ക് വിദഗ്ധരാരും ഉത്തരവാദിത്വം വഹിക്കില്ലല്ലോ. അഞ്ചാമത്തെ ചോദ്യം, നോട്ട് നിരോധനം പ്രഖ്യാപിക്കുന്നതിന് 6 മാസം മുമ്പ് 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എത്ര പേർ ബാങ്കുകളിൽ നിക്ഷേപം നടത്തി? അവർ ആരൊക്കെ? ആ ചോദ്യത്തിന് ഒരു മുനയുണ്ട്. ഈ നോട്ട് നിരോധനം വരുന്നതിന് 6 മാസം മുമ്പ് 25 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ച ആളുകളുടെ സംഖ്യ, അവരുടെ വിവരം ഇതാണ് രാഹുൽ ചോദിക്കുന്നത്. കൊടുക്കാൻ പോകുന്നൊന്നുമില്ല. എങ്കിലും അത് ലഭിച്ചാൽ ഇതാരൊക്കെ മുന്നേ കൂട്ടി അറിഞ്ഞിരുന്നു എന്നുകൂടി നിഗമിക്കാൻ കഴിയും. അതായത് അതൊക്കെ തന്നെ മോദിയുടെയോ BJPയുടെയോ പാർശ്വവർത്തികളായിരിക്കും. അവരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അവർക്ക് മുൻകൂട്ടി വിവരം നൽകിയിരിക്കും. അതറിയാൻ കൂടിയായിരിക്കണം രാഹുൽ ഗാന്ധി ആ ചോദ്യം ചോദിക്കുന്നത്. 5 ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. പാർലമെൻറ്റിൽ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാത്തയാളാണ് നരേന്ദ്രമോദി. ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തയാളാണ് നരേന്ദ്രമോദി. ഭയങ്കരമായ നിർബന്ധം വന്നാൽ പാർലമെൻറ്റിൽ വെറുതെ ഒന്ന് പോകും. പോയാലും ഒരക്ഷരം മിണ്ടാതെ മൗനിയായിരിക്കുകയും ചെയ്യും. ഈ നരേന്ദ്രമോദിയാണ് മുൻ പ്രധാനമന്ത്രിയെ മൗനി ബാബ എന്ന് വിളിച്ചതും നാം ഓർക്കണം. ഏതായാലും 5 ചോദ്യങ്ങൾ ഇതിൻ്റെ 50 ദിവസം പിന്നിടുമ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കുന്നു. മോദി മറുപടി പറയാൻ സാധ്യതയില്ലാത്ത 5 ചോദ്യങ്ങളായി അത് അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്യും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഇന്നും തമാശകളുടെ കഥകൾ മുന്നേറുകയാണ്. നോട്ട് വിവാദവുമായി ബന്ധിപ്പിച്ച് ഇന്നലെ മന്ത്രിസഭാ യോഗം കൂടി. ആ വിരുദ്ധന്മാർ എടുത്ത തീരുമാനമെന്ത്? പഴയ 500, 1000 നോട്ടുകൾ മാർച്ച് 31 വരെ, ഡിസംബർ 30 വരെ ബാങ്കിലെത്തിക്കാം. മാർച്ച് 31 വരെ റിസർവ് ബാങ്കിലെത്തി മാറാം. പക്ഷേ അത് പിന്നീടും കയ്യിൽ സൂക്ഷിച്ചാലോ? ഈ ഡിസംബർ 31 ശേഷവും കയ്യിൽ സൂക്ഷിച്ചാലോ? അങ്ങനെ കൈവശം വയ്ക്കുന്നവർക്ക് പിഴയും വരും, തടവും വരും. പിഴ മാത്രമല്ല, 50,000 രൂപ പിഴയൊടുക്കണമെന്നാണ് ഇന്നലെ വാർത്ത വന്നിരുന്നത്. എങ്കിൽ ഇന്നലെ നേരത്തെ സൂചിപ്പിച്ച ബിരുദൻ മന്ത്രിമാർ മന്ത്രിസഭാ യോഗം കൂടി തടവ് കൂടി വിധിച്ചു. 4 വർഷം വരെ തടവിലിടും. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നോട്ട് ഇന്ത്യൻ പൗരന്മാർ അല്ലെങ്കിൽ പൗരികൾ കൈവശം വെച്ചാൽ അവരെ 4 വർഷം വരെ തടവിലിടാം എന്ന നിലയ്ക്ക് തീരുമാനമെടുത്ത ആദ്യ ബിരുദനായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രം അദ്ദേഹത്തെ ഓർക്കുന്നത് ഇതിൻ്റെയൊക്കെ പേരിലായിരിക്കുമോ എന്ന് ആശങ്കിച്ചു പോകുന്ന അവസ്ഥയാണുള്ളത്. ആ വാർത്ത കേരള കൗമുദി ലീഡാക്കിയിട്ടുണ്ട്. അതിന് ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് വിട്ടു. മന്ത്രിസഭ തീരുമാനമെടുത്തു, ഓർഡിനൻസാക്കി. ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് വിട്ടു. അദ്ദേഹം കയ്യൊപ്പ് ചാർത്തിയാൽ അത് നിയമമാകും. പഴയ നോട്ട് മാർച്ച് 31 വരെ, പിന്നെ പിഴ, ജയിൽ. പിഴ 10,000 മുതൽ 50,000 രൂപ വരെ, 4 വർഷം വരെ ജയിൽ ശിക്ഷ വരുമെന്നും റിപ്പോർട്ട്. സ്വന്തം ലേഖകൻ അതിങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അസാധുവാക്കിയ 500, 1000 രൂപ നോട്ടുകൾ 2017 മാർച്ച് 31 ശേഷം കൈവശം വയ്ക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കാനും പിഴ ഈടാക്കാനും ജയിൽ ശിക്ഷയ്ക്കും വ്യവസ്ഥയുള്ള
ഓർഡിനൻസിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. 4 വർഷം വരെ തടവിനുള്ള വ്യവസ്ഥയാണ് ഉള്ളത് എന്ന് റിപ്പോർട്ടുണ്ടെങ്കിലും അത് സ്ഥിരീകരിച്ചിട്ടില്ല. എത്ര വർഷമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അസാധുവാക്കിയ 10 നോട്ടുകളിൽ കൂടുതൽ മാർച്ച് 31 ശേഷം കൈവശം വയ്ക്കാൻ പാടില്ല. കൈവശം വെച്ചാൽ 10,000 രൂപ മുതൽ 50,000 രൂപ വരെ പിഴ. ജനുവരി 1 മുതൽ മാർച്ച് 31 വരെ തെറ്റായി വിവരം നൽകി പഴയ നോട്ട് റിസർവ് ബാങ്കിൽ നിന്ന് മാറ്റിയെടുത്താൽ 5,000 രൂപയോ നിക്ഷേപിച്ച തുകയുടെ 5 ഇരട്ടിയോ പിഴ തുടങ്ങിയ തീരുമാനങ്ങളാണ് ഈ ബിരുദ മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു തീരുമാനമെടുക്കാൻ മന്ത്രിസഭയ്ക്ക് അധികാരമുണ്ടോ, പ്രധാനമന്ത്രിക്ക് അധികാരമുണ്ടോ എന്ന് പറയുമ്പം ഈ തീരുമാനം ഭരണഘടനാപരമായി വ്യക്തികൾക്ക് ലഭിച്ചിട്ടുള്ള ഈ സ്വാതന്ത്ര്യങ്ങൾക്ക്, അവകാശങ്ങൾക്ക് എതിരായി തീരുമോ, നിയമവിരുദ്ധമാണ് ഈ തീരുമാനമെന്ന് നമ്മുടെ ധനമന്ത്രി തോമസ് ഐസക് അപ്പോൾ തന്നെ പ്രതിവചിച്ചു. കാണുക, അതും കേരള കൗമുദി പ്രധാന വാർത്തയ്ക്കൊപ്പം തരുന്നു. അതിങ്ങനെയാണ്: റദ്ദാക്കിയ 500, 1000 രൂപ നോട്ടുകൾ കൈവശം വയ്ക്കുന്നവർക്ക് പിഴയും തടവ് ശിക്ഷയും നിർദ്ദേശിക്കുന്ന ഓർഡിനൻസ് നിയമവിരുദ്ധമാണ് എന്ന് മന്ത്രി ടി.എം. തോമസ് ഐസക് കോഴിക്കോട് പറഞ്ഞു. നോട്ട് പിൻവലിക്കൽ നടപ്പാക്കിയത് ചട്ടവും നിയമവും പാലിക്കാതെയാണ് എന്ന വസ്തുത ശരിവയ്ക്കുകയാണ് മോദി ചെയ്യുന്നത്. ജനങ്ങൾക്ക് ആഘാതമേൽപ്പിച്ച പ്രധാനമന്ത്രി ജാള്യത മറയ്ക്കാനാണ് ഓർഡിനൻസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെയാണ് ഇതേ സംബന്ധിച്ച് തോമസ് ഐസക് പറയുന്നത്. ഒരാളുടെ വീട്ടിൽ നിന്ന് 10ലധികം 500-ൻ്റെയോ 1000-ൻ്റെയോ നോട്ട് പിടിച്ചു എന്ന നിലയ്ക്ക് വരുത്തി തീർത്തുകൊണ്ട് ആരെയും അറസ്റ്റ് ചെയ്യാവുന്ന അവസ്ഥ, 50,000 രൂപ വരെ പിഴയടയ്ക്കാൻ കഴിയുന്ന അവസ്ഥ, അതുപോലെ 4 വർഷം തടവിലിടാൻ പറ്റുന്ന അവസ്ഥ, ഇതൊക്കെയാണ് ഇവർ വിഭാവനം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇവർ ആദ്യം വിഭാവനം ചെയ്ത എല്ലാ കാര്യവും പാളിപ്പോയി എന്നതിൻ്റെ പരോക്ഷമായ ഒരു അംഗീകാരമാണ്. അത് അംഗീകരിക്കുന്നു എന്നതാണ് ഈ നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിനുള്ള അടിസ്ഥാനം എന്നാണ് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. ബാങ്കിലിടണം നോട്ട്, ബാങ്കിലിട്ടില്ല, കൈവശമെങ്ങാനും വെച്ചിട്ടുണ്ടെങ്കിൽ ആ നോട്ട് അങ്ങ് പാഴായി പോകുമെന്നല്ലാതെ മറ്റെന്ത് കുഴപ്പമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വരാൻ പോകുന്നത്? അങ്ങനെ വരുമ്പോൾ അത് കൈവശം വെച്ചാൽ തന്നെ പിഴയിടും, അതുമാതിരി ജയിലിൽ പിടിച്ചിടും എന്നൊക്കെ പറയുന്ന എന്ത് വങ്കത്തരമാണ്. അതൊക്കെയാണിപ്പോൾ പ്രധാനമന്ത്രിയിൽ നിന്ന് നാം കേൾക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഈ വാർത്തകൾ നമ്മോട് പറയുന്നത്. നോട്ട് നിരോധനത്തെയും അതിൻ്റെ അനന്തരത്തെയും സംബന്ധിച്ച് ഒരു പുസ്തകം എഴുതുകയുണ്ടായി നമ്മുടെ ധനമന്ത്രി തോമസ് ഐസക്. അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ വിശാരദനായ ഒരാളാണ്, അധ്യാപകനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്തർഗതങ്ങളെക്കുറിച്ച് പുസ്തകം എഴുതുക സ്വാഭാവികം. അദ്ദേഹം അങ്ങനെ പുസ്തകം എഴുതുന്നയാളുമാണ്. ആ പുസ്തകം പ്രകാശിപ്പിച്ചത് MT വാസുദേവൻ നായരാണ്, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ. ഈ പണിയൊന്നും BJPക്ക് ഇഷ്ടമായില്ല. അതൊരു രാഷ്ട്രീയ പ്രവർത്തനമൊന്നും ആയി കണക്കാക്കാനാവില്ല. നോട്ട് പ്രശ്നം എന്നത് ഒരു രാജ്യത്തിൻ്റെ സാധാരണക്കാരെ മുഴുവൻ ബാധിച്ച, ബുദ്ധിമുട്ടിലാക്കിയ, പരാധീനതയിലാക്കിയ നൂറുകണക്കിന് ആളുകൾ മരിച്ച ഒരു വലിയ സംഭവമാണ്. ആ സംഭവത്തെ മുൻനിർത്തി ഒരു പുസ്തകം എഴുതുന്നു. ഒരു പ്രധാനപ്പെട്ട ഇന്ത്യ അറിയുന്ന കഥാകാരൻ അത് ഉദ്ഘാടനം ചെയ്യുന്നു, അല്ലെങ്കിൽ അത് പ്രകാശിപ്പിക്കുന്നു. അതൊക്കെ സ്വാഭാവിക സംഭവങ്ങളാണ്. പക്ഷേ അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം മാത്രം കൈകാര്യം ചെയ്ത് ശീലമുള്ള നമ്മുടെ സംഘപരിവാരികൾക്ക് കേരളത്തിൽ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. MT വാസുദേവൻ നായർക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു BJPയുടെ വക്താക്കൾ. MTക്കെതിരെയും അസഹിഷ്ണുതയുമായി BJP. ആ വാർത്ത കേരളീയം പേജിൽ മാധ്യമം നമുക്ക് തന്നിരിക്കുന്നു. വരെ എന്ത് ചെയ്യാം, എന്തു പറയാം, ആരോട് പറയാം എന്നൊന്നും തിരിച്ചറിവില്ലാതായി തീർന്നിരിക്കുന്നു ഈ വക്താക്കൾക്ക് എന്ന് വേണം കരുതാൻ. നോട്ട് നിരോധനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ സായാഹ്ന ചർച്ചകളിൽ കയറിയിരുന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറെക്കാൾ ശക്തിയായി സംസാരിച്ച ആളുകളാണ് ഇവരെല്ലാം. ഇപ്പോൾ അവർ തന്നെ അതിൽ ലജ്ജിക്കുന്നുണ്ടാവും. കാരണം 50 ദിവസം ആകുന്നു, അപ്പോഴും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയത് മാതിരി യാതൊരു കാര്യവും സംഭവിച്ചിട്ടുമില്ല. എങ്കിലും കാര്യങ്ങൾ വിടാൻ ഇവർ ഭാവമില്ല. കാണുക, മോദിക്കെതിരെ ശബ്ദിക്കാൻ അവകാശമില്ല എന്ന് AN രാധാകൃഷ്ണൻ, സംഘടിത ഭീഷണിയെന്ന് തോമസ് ഐസക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ശബ്ദിക്കാൻ MTക്ക് എന്ത് അവകാശമാണുള്ളത് എന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി
AN രാധാകൃഷ്ണൻ ചോദിച്ചു. അദ്ദേഹം ഈ നാട്ടിലൊന്നുമല്ലേ? ഇതിന് പ്രത്യേക അവകാശം നൽകണോ? ഭരണഘടന നൽകുന്ന അവകാശമാണ്. ഒരുപക്ഷെ മോദി ജനിക്കുന്നതിന് മുമ്പുണ്ടായ ഭരണഘടന. ആ ഭരണഘടനയെ കൂടി അവഹേളിക്കുകയാണ് മോദി എന്ന മനുഷ്യന് വേണ്ടി. മോദി അപ്രമാദിത്വം നിറഞ്ഞ ഒരാളാണ്. ദൈവമാണ് എന്നാണ് ഒരു മന്ത്രി പറഞ്ഞത്. ദൈവത്തെ ചോദ്യം ചെയ്യുകയോ എന്നാണ് രാധാകൃഷ്ണൻ ആലോചിക്കുന്നത്. ഏതായാലും നോട്ട് നിരോധനത്തിലൂടെ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന സാമ്പത്തിക പരിഷ്കരണങ്ങളെ വിമർശിക്കാനുള്ള അറിവൊന്നും MDക്ക് ഇല്ല. MDക്ക് അറിവില്ല എന്നാണ്. ശരിയാണ്, സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് അറിവൊന്നും ഉണ്ടാകണമെന്നില്ല പ്രശസ്തരായ ഒരു എഴുത്തുകാരന്. അദ്ദേഹം ആ രംഗത്ത് സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുമല്ല. അമർത്യാസൻ അതിൽ പ്രവർത്തിക്കുന്നയാളാണല്ലോ. അദ്ദേഹവും ഇതേ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞല്ലോ. MD വാസുദേവൻ നായർ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിനും അഭിപ്രായം പറയാൻ അവകാശമില്ല എന്ന് രാധാകൃഷ്ണൻ പറയുമോ? ഏതായാലും ഇതൊന്നും അറിയാൻ പ്രത്യേക അറിവൊന്നും വേണ്ട. നൂറുകണക്കിന് ആളുകൾ പൊരിവെയിലത്ത് ക്യൂവിൽ നിൽക്കേണ്ടി ഗതികേട് വരുന്നതും യഥാർത്ഥ കള്ളപ്പണക്കാർ യഥേഷ്ടം വിഹരിക്കുന്നതും നൂറുകണക്കിന് ആളുകൾ മരിക്കുന്നതുമായ സംഭവഗതികൾ ചുറ്റും സംഭവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഏത് പുസ്തകം വായിച്ചിട്ടാണ് ഇതിൻ്റെ അനന്തരത്തെക്കുറിച്ച് ആലോചിക്കാൻ? അങ്ങനെയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നോട്ട് നിരോധനത്തിലൂടെ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന സാമ്പത്തിക പരിഷ്കരണങ്ങളെ വിമർശിക്കാനുള്ള അറിവൊന്നും MDക്കില്ല. സേതുവോ മോഹനവർമ്മയോ വിമർശിച്ചാൽ അത് മനസ്സിലാക്കാനാവും, മാനിക്കാനുമാകും. ഇനി ഇവരെങ്ങാനും മറ്റൊരു പുസ്തകം വരുമ്പോൾ ഇങ്ങനെയെങ്ങാനും അഭിപ്രായം പറഞ്ഞാൽ രാധാകൃഷ്ണനെ പോലെയുള്ള അല്പബുദ്ധികൾ പിന്നെയും ചുറ്റിത്തിരിയുകയേയുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ച് വാക്കുകൾ പ്രയോഗിക്കുന്നത് അദ്ദേഹത്തിനും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിനും നല്ലതായിരിക്കും. ആകെ എത്ര ലക്ഷം കോടി രൂപയ്ക്കുള്ള നോട്ടുകളായിരുന്നു നിരോധിക്കപ്പെട്ടത്? 500ഉം 1000ഉം നിരോധിച്ചപ്പോൾ 14.44 ലക്ഷം കോടി രൂപയുടെ നോട്ടുകളാണ് നിരോധിച്ചത് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞ കണക്കാണ്. ആ കണക്ക് വെച്ച് ഇന്നലെ വരെ ലഭിച്ചത് എത്രയാണ്? തിരിച്ച് 14 ലക്ഷം കോടി രൂപ ബാങ്കുകളിൽ തിരിച്ചെത്തി എന്ന് ദീപിക പറയുന്നു. 14 ലക്ഷം കോടി രൂപ തിരിച്ചെത്തിയെങ്കിൽ 0.44 ലക്ഷം കോടി രൂപയാണ് ഇനി ബാക്കി കമ്പോളത്തിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആളുകളുടെ കയ്യിലിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 90%-ലധികം നോട്ട് തിരിച്ചെത്തി കഴിഞ്ഞു. അങ്ങനെ വന്നു എങ്കിൽ എവിടെ കള്ളപ്പണം? 14.44 ആണ് ആകെയുള്ള നോട്ട്. അതിൽ 14 ലക്ഷം വന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി 4 ലക്ഷം കോടിയാണുള്ളതെങ്കിൽ അത്രയുമേ കള്ളപ്പണം ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ എന്തിന് ഇത്ര വലിയൊരു പങ്കപ്പാട് പെട്ടു? ലക്ഷക്കണക്കിന് കോടി രൂപ മുടക്കി ഇത്ര വലിയൊരു സന്നാഹം ഒരുക്കി ഈ ചീള് കേസിന് വേണ്ടിയായിരുന്നോ പ്രധാനമന്ത്രി ഉറക്കമിളച്ചത്? അത്രേ അറിവോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുള്ളൂ എന്നൊക്കെ ആലോചിച്ചു പോകും. ഏതായാലും ഈ കണക്ക് സർക്കാർ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. ദീപിക ആ വാർത്ത തരുന്നത് ഇങ്ങനെയാണ്: 14 ലക്ഷം കോടി രൂപ തിരിച്ചെത്തി. റദ്ദാക്കപ്പെട്ട കറൻസികളിൽ 14 ലക്ഷം കോടി രൂപയ്ക്കുള്ള കറൻസികൾ ബാങ്കുകളിൽ തിരിച്ചെത്തിയതായി റിപ്പോർട്ട്. ഡിസംബർ 19 വരെ 12.44 ലക്ഷം കോടി രൂപയുടെ കറൻസികൾ വന്നുവെന്നറിയിച്ച ശേഷം ഗവൺമെൻറ് കണക്കുകൾ പുറത്തുവിട്ടിരുന്നില്ല. ഇന്നലെ വാർത്താ ഏജൻസി PTI ആണ് 14 ലക്ഷത്തോളം കോടി രൂപയുടെ കറൻസി തിരിച്ചെത്തിയത് എന്നറിയിച്ചത്. 90% രൂപ തിരിച്ചെത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 5 ലക്ഷം കോടി രൂപ വരെ തിരിച്ചെത്താതിരിക്കുമെന്നായിരുന്നു മോദിയുടെ കണക്ക് കൂട്ടൽ ആദ്യം. എന്നാൽ എല്ലാം തിരിച്ചെത്തിയപ്പോൾ കള്ളപ്പണമില്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ ലഘുവായ തോതിലേ ഉള്ളൂ. പിന്നെ എന്തിനായിരുന്നു ഈ കോൽക്കളി എന്ന നിലയ്ക്ക് ആ പ്രവർത്തനത്തിൻ്റെ തന്നെ നിസ്സാരത ബോധ്യപ്പെടുന്ന അവസ്ഥ സംജാതമാകും. അതുകൊണ്ട് കണക്കൊന്നും പുറത്തേക്ക് വരാൻ പോകുന്നില്ല. ഇന്ന് മലയാള മനോരമ ലീഡ് വാർത്തയാക്കി തരുന്നത് നമ്മുടെ കൊച്ചിയും വ്യവസായ ഇടനാഴിയുടെ ഭാഗമാകും എന്നതാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണേന്ത്യൻ ആഭ്യന്തരമന്ത്രിമാരുടെ സമ്മേളനത്തിലാണ് ഈ കാര്യത്തിൽ ധാരണയായത്. ഇതുമാത്രമല്ല, നാളികേരം എണ്ണക്കുരുവാക്കുന്നു എന്ന കാര്യത്തിലും ധാരണയുണ്ടായി എന്നാണ് വാർത്ത പറയുന്നത്. മനോരമയുടെ ലീഡ് വാർത്ത മലയാളികളെ സംബന്ധിച്ച് സന്തോഷമുളവാക്കുന്ന വാർത്തയാണ്. മലയാള മനോരമ നൽകുന്ന ലീഡ് വാർത്ത ഇങ്ങനെയാണ്: വ്യവസായ ഇടനാഴി കൊച്ചിയിലേക്ക് ധാരണയായത് ദക്ഷിണേന്ത്യൻ ആഭ്യന്തരമന്ത്രിമാരുടെ സമ്മേളനത്തിൽ. തമിഴ്നാട്ടിലും കർണാടകയിലും വിഭാവനം ചെയ്തിരിക്കുന്ന വ്യവസായ ഇടനാഴി കൊച്ചിയിലേക്ക് കൂടി നീട്ടാനും
നാളികേരത്തെ എണ്ണക്കുരുവായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കാനും ദക്ഷിണേന്ത്യൻ ആഭ്യന്തരമന്ത്രിമാരുടെ സമ്മേളനത്തിൽ ധാരണ. മാവോയിസ്റ്റെ നേരിടാൻ കേരളത്തിന് കൂടുതൽ ധനസഹായം നൽകും. മാവോയിസ്റ്റുകളെ സംബന്ധിച്ചുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ സംസ്ഥാനങ്ങൾ തമ്മിൽ കൈമാറും തുടങ്ങിയ വാർത്തകളും ഇന്ന് മനോരമ അതിൻ്റെ ലീഡ് വാർത്തയാക്കി നമുക്ക് തന്നിരിക്കുന്നു. ഇനി കേരളത്തിന് ഒരു ഭരണ സർവീസ് കൂടി രംഗത്ത് വരുന്നു. മാതൃഭൂമി അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. സംസ്ഥാനത്തും ഇനി ഭരണ സർവീസ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. 30 വകുപ്പുകളിൽ നടപ്പാക്കും. 45 ദിവസത്തിനകം PSC തീരുമാനമെടുക്കും. സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ ധനകാര്യ ഉൾപ്പെടെ 30 വകുപ്പുകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പാക്കാൻ മന്ത്രിസഭ തത്വത്തിൽ തീരുമാനിച്ചു. അങ്ങനെ നടപ്പാക്കിയാൽ അത് വന്നാൽ എന്തൊക്കെയാണ് വ്യത്യാസം? KAS വന്നാൽ സെക്രട്ടേറിയറ്റിലടക്കം പ്രധാന വകുപ്പുകളിലെ 2ാമത്തെ ഗസറ്റഡ് തസ്തിക മുതൽ നേരിട്ട് നിയമനം നടത്തുന്നതിന് പ്രത്യേക കേഡർ കൊണ്ടുവരികയാണ് KAS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നിയമനം നടത്തുന്ന തസ്തികകളിൽ കുറഞ്ഞത് 8 വർഷം സേവനമനുഷ്ഠിച്ചാൽ IAS കേഡറിന് അവർ യോഗ്യത നേടും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് മാതൃഭൂമി KAS സർവീസ് വരുന്നതിനെ സംബന്ധിച്ച വാർത്തയിൽ പറയുന്നത്. മുഖ്യമന്ത്രി യോഗം വിളിച്ചു. പക്ഷേ വിളിക്കപ്പെട്ട 6-ൽ 4 മന്ത്രിമാരും യോഗത്തിന് സംബന്ധിച്ചില്ല. വാർത്ത മാതൃഭൂമി 1-ാം പേജിൽ. മുഖ്യമന്ത്രി വിളിച്ചിട്ടും മന്ത്രിമാർ വന്നില്ല, യോഗം മാറ്റി. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗത്തിൽ മന്ത്രിമാർ വന്നില്ല, അതിർത്തി പ്രകടിപ്പിച്ച മുഖ്യമന്ത്രി യോഗം മാറ്റി. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയുടെ അവലോകന യോഗം 27-ന് ചേരാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിരുന്നു. 6 വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് ഈ പദ്ധതിയുടെ പ്രവർത്തനം. എന്നാൽ യോഗത്തിന് പട്ടികജാതി വർഗ വകുപ്പ് മന്ത്രി AK ബാലൻ മാത്രമാണ് എത്തിയത്. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ സെക്രട്ടറിയിൽ മറ്റൊരു യോഗത്തിന് ശേഷം എത്താമെന്ന് അറിയിച്ചു. ബാക്കി 4 ആളുകൾ അറിയിപ്പൊന്നുമില്ലാതെ എത്താതിരുന്നു എന്നാണ് വാർത്ത. കോൺഗ്രസിൻ്റെ 131ാമത് ജന്മദിനമായിരുന്നു ഇന്നലെ. അതിൻ്റെ ആഘോഷങ്ങൾ കോൺഗ്രസ്സുകാർ നടത്തി. സാധാരണഗതിയിൽ അതുമായി ബന്ധിപ്പിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് KPCC പ്രസിഡന്റ് നടത്തുന്ന ഒരു മംഗളപത്ര വായനയിലെല്ലാം ഒതുങ്ങുമായിരുന്നു. എന്നാൽ ഇന്നലെ അങ്ങനെ ആയിരുന്നില്ല. അതുമായി ബന്ധിപ്പിച്ച് DCCകളും യോഗം നടത്തിയിരുന്നു. KPCC മാത്രമല്ല, കൊല്ലം DCCയിൽ യോഗം നടത്തിയപ്പോൾ അവിടെ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ ഈ 131ാമത് ജന്മദിന ആഹ്ലാദ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ ഉണ്ണിത്താനെ, രാജ്മോഹൻ ഉണ്ണിത്താനെ തെരുവിൽ തല്ലി ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ. അത് വാർത്തയായിരിക്കുന്നു. മംഗളം അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. ചെളിയെറിഞ്ഞ് നേതാക്കൾ, ചീമുട്ടയെറിഞ്ഞ് പ്രവർത്തകർ, തെരുവിൽ തല്ലി കോൺഗ്രസ്. K മുരളീധരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ വിഴുപ്പലക്കനെ തുടർന്ന് വഷളായ കോൺഗ്രസ് രാഷ്ട്രീയ സംഘടനയുടെ 131ാം പിറന്നാൾ ദിനത്തിൽ തെരുവുയുദ്ധത്തിലെത്തി. മുരളീധരനെതിരെ രൂക്ഷ വിമർശനം നടത്തിയ ശേഷം ഇന്നലെ കൊല്ലം DCC ഓഫീസിലെത്തിയ ഉണ്ണിത്താന് നേരെ ചീമുട്ടയേറുണ്ടായി. പ്രവർത്തകരുടെ പ്രതിഷേധം അവഗണിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ച ഉണ്ണിത്താൻ്റെ കാർ കോൺഗ്രസ് പ്രവർത്തകർ തല്ലി തകർത്തു. കാറിൻ്റെ പൊട്ടിയ ചില്ലുകൊണ്ട് ഉണ്ണിത്താന് മുറിവേറ്റു. ഇന്നലെ രാവിലെ 11:45 കൊല്ലത്ത് ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. ഇതുപോലൊരു സംഭവത്തിന് ഇതിനു മുമ്പും ഉണ്ണിത്താൻ സാക്ഷിയായിട്ടുണ്ട്. 2004-ൽ ഒരു മുണ്ടുരിയൽ സമരത്തിന് അദ്ദേഹം വിധേയനായിട്ടുണ്ട്. അതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ടാണ് ഒരു കാര്യം കാണുക. അതും കൗതുകകരമാണ്. മംഗളം ആ വാർത്തയും തരുന്നു. നടന്നത് വധശ്രമം, മുരളീധരൻ ഗുണ്ടകളെ വിട്ടു എന്നുണ്ണിത്താൻ ആക്ഷേപിച്ച ആ വാർത്തയ്ക്കൊപ്പം തന്നെ അനുഭവം ഗുരു ഇക്കുറി മുണ്ട് വേറെ മാറാൻ മുണ്ടും കൂടി കരുതിയാണ് ഉണ്ണിത്താൻ കൊല്ലം DCC ഓഫീസിലേക്ക് എത്തിയത്. പഴയ അനുഭവം ആവർത്തിക്കാതിരിക്കാൻ ഒരു പുതിയ മുണ്ടും ഷർട്ടും കൂടി അദ്ദേഹം കരുതിയിരുന്നു എന്നും മംഗളം പറയുന്നു. ഇന്ന് 29-ാം തീയതിയാണ് മനുഷ്യച്ചെങ്ങലയുടെ ദിനമാണ്. ദേശാഭിമാനി ആ വാർത്ത 1-ാം പേജിൽ ആദ്യ വാർത്തയാക്കിയിരിക്കുന്നു. നോട്ടു ദുരിതം, സഹകരണ പ്രതിസന്ധി. ഇന്ന് മനുഷ്യച്ചെങ്ങല, ജനലക്ഷങ്ങൾ അണിചേരുന്ന മനുഷ്യച്ചെങ്ങലയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ഈ വാർത്തയിൽ ദേശാഭിമാനി 1-ാം പേജ് വാർത്തയിൽ തന്നിരിക്കുന്നു. രാഷ്ട്രപതി ഭവൻ മുതൽ കാസർഗോഡ് വരെ നീളുന്ന മനുഷ്യച്ചെങ്ങലയെ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഈ വാർത്തയിൽ ദേശാഭിമാനി തരുന്നത്. 1-ാം പുറത്ത് നിന്നൊരു മറ്റൊരു വാർത്ത കൂടി ദേശാഭിമാനി തരുന്നു. രാഷ്ട്രപതി ഇന്ന് തലസ്ഥാനത്ത്. ആളുകൾ വഴിമുട്ടും. രാഷ്ട്രപതി പ്രണബ് മുഖർജി വ്യാഴാഴ്ച തലസ്ഥാനത്ത് 12:30 കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിൽ നടക്കുന്ന ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുന്ന രാഷ്ട്രപതി 1:30 ദില്ലിയിലേക്ക് മടങ്ങിപ്പോകും എന്നും ഈ ദേശാഭിമാനി വാർത്ത നമ്മോട് പറയുന്നു. MM മണി രാജിവെക്കണം എന്ന നിർബന്ധ ബുദ്ധിയാണ്
BJPക്കും അതുപോലെ കോൺഗ്രസിനും ഉള്ളത്. എന്നാൽ MM മണി രാജിവെക്കേണ്ടതില്ല എന്ന് CPMൻ്റെ കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയിരിക്കുന്ന കാര്യം മാധ്യമം എന്ന പത്രം 1-ാം പേജിൽ സചിത്രമായി തരുന്നു. അതിങ്ങനെ: MM മണിയുടെ മന്ത്രിപദവിയുമായി ബന്ധപ്പെട്ട് VS അച്യുതാനന്ദൻ കേന്ദ്ര നേതൃത്വത്തിന് അയച്ചു എന്ന് പറയുന്ന കത്ത് തനിക്ക് കിട്ടിയിട്ടില്ല എന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. MM മണിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്ന കാര്യം ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പരിഗണനയിലേ ഇല്ല. അത് സംസ്ഥാനത്തിന് തീരുമാനിക്കാവുന്നതേയുള്ളൂ. സംസ്ഥാനമാകട്ടെ അത് തീരുമാനിച്ച് കഴിയുകയും ചെയ്തിരിക്കുന്നു എന്ന കാര്യവും നാം കാണണം. സിനിമാ പ്രതിസന്ധി കേരളത്തിൽ മൂർച്ഛിക്കുന്നു. പ്രദർശനം നടക്കുന്ന സിനിമകൾ പോലും പിൻവലിക്കുന്നു. സിനിമാ പ്രതിസന്ധി രൂക്ഷം. നിലവിൽ പ്രദർശനം നടക്കുന്ന സിനിമകൾ കൂടി തിയേറ്ററിൽ നിന്ന് പിൻവലിക്കും. ഇന്നലെ ചേർന്ന നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. ആയുധ ഇടപാടിൻ്റെ കാര്യത്തിൽ ഇന്ത്യ 2-ാം സ്ഥാനത്ത് ലോകത്ത് നിൽക്കുന്നു എന്ന വാർത്ത, പേടിപ്പിക്കുന്ന വാർത്ത, സിറാജ് 1-ാം പേജിൻ്റെ ആദ്യ വാർത്തയാക്കി തരുന്നു. നമുക്ക് ആ വാർത്തയിലേക്ക് സഞ്ചരിക്കാം. ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന കാര്യത്തിൽ ഇന്ത്യ 2-ാം സ്ഥാനത്താണ്, ലോകത്ത് 2-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 1-ാം സ്ഥാനം സൗദി അറേബ്യയ്ക്കാണ്. ആ വാർത്ത സിറാജ് എന്ന പത്രം തരുന്നത് കാണുക. ആയുധ ഇടപാടിൽ ഇന്ത്യ 2-ാമത്. ആയുധം വാങ്ങുന്നതിന് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച വികസ്വര രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 2-ാം സ്ഥാനത്താണ്. 2008 മുതൽ 2015 കാലയളവിൽ 3400 കോടിയുടെ ആയുധങ്ങളാണ് ഇന്ത്യ വാങ്ങിക്കൂട്ടിയത് എന്നും ഈ വാർത്ത പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ഐക്യ കേരളത്തിന് 60 വയസ്സായി, അതായത് ഷഷ്ഠ്യബ്ദ പൂർത്തി തികഞ്ഞു. ഈ ചിത്രം ഒന്ന് കാണുക. 60-ാം വാർഷികാഘോഷ ഭാഗമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ അവതരിപ്പിച്ച കൂട്ടമോഹിനിയാട്ടത്തിൻ്റെ ചിത്രം നോയ ഡോൺ തോമസ് പകർത്തി സിറ്റി കൗമുദിയും തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ.